الرحمن الرحيم പാലില്ലാത്ത ഭക്ഷിക്കാത്ത കുട്ടി ആണ് ഏത് ഈ പാല് 5 പ്രാവശ്യം കുടിക്കണം എന്ന് പറഞ്ഞത്. അതിന്റെ നിബന്ധനകളും അത് എങ്ങനെ കുടിച്ചാൽ മതി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള അതാണ് എന്നുള്ളത് ഇപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ ഇവിടേക്ക് ഇപ്പൊ അതേ ആവശ്യമുള്ളൂ. അപ്പൊ അത് ആ സമയത്ത് പാലില്ലാതെ ഭക്ഷിക്കാത്ത കുട്ടി കുടിക്കണം എന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ഉള്ള നിബന്ധന. മറ്റുള്ളവര് ചെറിയ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ വയസ്സിൽ വ്യത്യാസം വേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ എങ്ങനെ കുടിച്ചു 5 പ്രാവശ്യമാണ് എന്ന് സ്ഥിരപ്പെടുകയും ചെയ്യുമ്പോൾ മുലകുടി ബന്ധം സ്ഥിരപ്പെടും എന്നതാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് അത് കബീറായി കഴിഞ്ഞാൽ, അതായത് 5 വയസ്സ് 6 വയസ്സൊക്കെ ആയി മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുന്ന കുട്ടിയാണ് കുടിച്ചതെങ്കിൽ അതൊന്നും ഉണലുബന്ധം സ്ഥിരപ്പെടുകയും ഇല്ല. അതാണ് മസല. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ വരുന്നത് മസല ഇങ്ങോട്ടാണ്. ഭാര്യയുടെ മുലപ്പാല് അകത്തായി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അതായത് കിതാബിൽ പറയുന്ന ഇബാറത്ത് കാണാം, നുസൂലുൽ ലബനി ഫി ഫമി സൗജത്തി എന്നാണ്. അതായത് ഭാര്യയുടെ ലബന് ഭർത്താവിന്റെ വയറ്റിൽ ഇറങ്ങി. അതല്ലെങ്കിൽ നുസൂലുൽ ലബനിന് ബുദ്ധിമുട്ട് വന്നു, അതായത് പാല് എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. എവിടുന്ന്? ഭാര്യയുടെ ശരീരിൽ നിന്ന്. അങ്ങനെ വന്നപ്പോൾ ഫംസത്തു എന്നാണ്, അതിനെ ഈമ്പി കുടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈമ്പിട്ട് അവനെടുത്തു, പാലെടുത്തു. ഇങ്ങനെ ഈ 2 രീതിയിൽ, ഒന്നുകില് സ്വമേധയായിട്ട് എന്തായി പാലിറങ്ങി, അതല്ലെങ്കിൽ പാല് വരാത്തുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിന് ഈമ്പി കൊടുച്ചു കഴിഞ്ഞാൽ പല ഹുർമത്ത് അലൈഹി, അവിടെ ഹറാമ് ബന്ധപ്പെടുന്നില്ല എന്ന് മസ്സല അതാണ്. അവിടെ സ്ഥിരപ്പെട്ടു. ഇത് ഹറാമില്ല. ഈ 2 രീതിയിലാണ്. ഒന്നുകിൽ പിന്നെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് എന്തായി ഇങ്ങനെ പാല് വായിലേക്ക് വന്നു. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം അറിയാതെ എന്ന് പറഞ്ഞതിൽ ഒരു സുഹൃത്ത് വിളിക്കുകയും അങ്ങനെ അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. PM വന്നത്. അപ്പൊ അറിയാതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആക്കാം. പോട്ടെ, അതങ്ങനെ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ 2 രീതിയിലല്ലേ പല ആവാൻ സാധ്യതയുള്ളൂ. ആ 2 രീതിയിലും ഫലാ ഹുർമത്ത് അലൈഹി എന്നാണ് നമുക്ക് കിതാബുകൾ വ്യക്തമാക്കി തരുന്നത്. ഒന്ന്. രണ്ടാമത് ഈ ചോദ്യങ്ങളും ഇതും ഇസ്തിംബാത്ത് ചെയ്യാൻ ആസ്പദമാക്കിയ സംഭവം എന്ത് എന്ന് ഖുർആനിലെ ഒരു ആയത്തിന്റെ വിശദീകരണത്തിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ യുതിമു റളാഅ എന്നൊരായത്തുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണവുമായിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു എന്നാണ് കാണുന്നത്. അതായത് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ജാഅ റജുലുൻ ഇലാ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമർ എന്നവരെ ഒരു സംഭവം ഉണ്ട്. അതായത് എനിക്കൊരു ജാരിയത്ത് എന്ന് പറഞ്ഞാല് അടിമപ്പെണ്ണാണല്ലോ. അപ്പൊ ഒരു അടിമപ്പെണ്ണുണ്ട്. അടിമപ്പെണ്ണ് ആരാണ്? വലിയ പെണ്ണാണ്. ജാരിയത്താകുമ്പോ അടിമപ്പെണ്ണ് എടുക്കണമെങ്കിൽ ചെറിയ കുട്ടിയല്ല. അപ്പൊ വലിയ ജാരിയത്താണ്. അതിന്റെ മുല ഞാൻ എന്തായിട്ടുണ്ട്, നീമ്പി കുടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എത്ര പ്രാവശ്യം? പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാന് എന്റെ ഭാര്യന്റെ അടുത്ത് ചെന്നപ്പോ ഭാര്യ പറയുന്നു, നീ എന്തായിട്ടുണ്ട്? ജാരിയത്താണല്ല, അവരുടെ അന്നത്തെ ഭാഷയില് അവിടെ വീട്ടിൽ നിൽക്കുമ്പോ ഒരു മകളെ സ്ഥാനമാണ്. അപ്പൊ മകളുടെ പാല് നീ കുടിച്ചത് കൊണ്ട് നീ എന്റെ അടുക്കലേക്ക് അടുക്കാൻ പാടില്ല എന്ന് ഭാര്യ സ്വന്തം നിൽക്കുന്ന മസല പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഉമ്മറേ എന്ന് ചോദിച്ചു. ഉമ്മറന്നവരോട് ചോദിച്ചു. ഉമ്മറന്നവരെ കുറിച്ച് നമുക്കറിയാലോ. ഉമ്മറന്നവര് ഹക്കിനെതിരിൽ കണ്ടാൽ പിന്നെ അവിടെ ശരിക്കാണ് കൊടുക്കുമല്ലോ. അപ്പോ ഒരു ഇതിൽ കാണുന്നത് ഉമ്മറന്നവര് മൂപ്പരൊന്ന് കൊടുത്തു എന്നാണ്. അങ്ങനെ മൂപ്പര് ഇതും പറഞ്ഞു. ഉമ്മറന്നവര് പറഞ്ഞു, ഈ വേണ്ടാത്ത പണി എടുക്കുകയും ചെയ്തു, എന്റെ ഭാര്യനെ ഇടങ്ങാറാക്കുകയും ചെയ്തു എന്ന് ചോദിച്ചു. എന്നുവെച്ചാല് ആ ചെയ്തത് പണി അത്ര നല്ലതൊന്നും അല്ല, പക്ഷെങ്കിലും ഭാര്യയായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വസ്തുതയെ വിശദീകരിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയവരുടെ പാല് കുടിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് വലിയ പെണ്ണാണ്, അതോടൊപ്പം ഇയാളും വലിയ ആളായിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയില്ല എന്നുള്ള ഒരു മസല അവിടുന്ന്. വേറെ ഒരാള് വന്ന് പറഞ്ഞു. ആരോട് പറയുന്നു? യാ റജുലുല്ല അബാ മുസ എന്ന് പറയുന്ന സഹാബിന്റെ അടുക്കൽ വന്നിട്ടാണ് പറയുന്നത്,
ഇങ്ങനെ എന്റെ അടുക്കലൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഞാൻ എന്റെ ഭാര്യയുടെ മുല മസാജ് ചെയ്തു, ഈ കുടിച്ചു എന്നാണ്. അപ്പോ അങ്ങനെ ആയതിന്റെ പേരില് എന്താണ് ഞാനും ഓളും തമ്മിലുള്ള പ്രശ്നം, അത് ഈ വിവാഹബന്ധം വേർപിരിഞ്ഞോ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ച സമയത്ത് അവിടെ ഒരു മറുപടി വന്നിട്ടുണ്ട്. എന്താണ് മറുപടി വന്ന് അറിയും? ഹെറുമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ ഇതിനെ പിടിച്ചിട്ട് ചില ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഹറാമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ റജുലിന് ഈ വന്ന ആൾക്ക് സമാധാനം കിട്ടിയില്ല. ഇപ്പൊ നമ്മളെ ഡെസ്കിൽ വന്ന പോലെ മൂപ്പരിപ്പോ നമ്മളോട് ചോദിച്ചു, നമ്മള് പറഞ്ഞല്ലോ അതെന്താണെങ്കിലും വേണ്ട, വേണമെങ്കിലും കുടിച്ചോണെങ്കിൽ കുടിക്കുമെന്ന് നമ്മള് പറഞ്ഞു. പക്ഷെ മൂപ്പര് സമാധാനം കിട്ടാത്തതുകൊണ്ട് വേറെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഈ ഒരു സംഭവം മുമ്പും ചോദിച്ചു. എനിക്കത് കണ്ടപ്പോ ചിരിയും വന്നു. കാരണം ഇതേപോലുള്ളൊരു അവസ്ഥ മുമ്പ് നടന്നു എന്നതാണല്ലോ ഇതിനോട് യോജിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞാൻ അന്നത്തെ വിശദീകരിച്ചിട്ടില്ല. പിന്നെ അബാ മൂസ എന്നൊരു ചോദിച്ചപ്പോ ഹുർമത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അതായത് മൂപ്പര് അത് വേണ്ടാത്തൊരു പണി എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണത്. പക്ഷെ ആ പദത്തുമ്പോ പിടിച്ചിട്ടൊരു ചർച്ച നടന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ ആ അഭിപ്രായം ചിലപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കോ മറ്റു ഉസ്താദ് പറഞ്ഞത് എന്താന്ന് ഇനിയിപ്പോ മൂപ്പരായിട്ട് ബന്ധപ്പെട്ടാലേ അറിയുള്ളൂ. പക്ഷെ വിഷയം അതെന്താണെങ്കിലും ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞത്. എന്താവട്ടെ, നമ്മുടെ നമുക്ക് മസല നേരായിട്ട് പറയാൻ മൂപ്പര് ഒരു കൺഫേം ആക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയണതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇയാൾ ഈ റജുലെന്ത് ചെയ്തു? ഇപ്പൊ ഇയാളെന്നെ മറ്റൊരു ഗ്രൂപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ വീണ്ടും നമ്മളെത്തിക്കുന്ന മടങ്ങി ഒന്നും ചോദിക്കുന്നുണ്ടല്ലോ എന്ന പോലെ ഈ റജുലൻ ഇതെന്ത് ചോദിച്ചു? നമ്മുടെ ഇതേ സൂറത്തിന്റെ സംഭവം തന്നെ. മൂപ്പര് അന്ന് ഫിഖ് മസലയിൽ അഗ്രഗണ്യനായിട്ട് ഫത്വ കൊടുക്കാൻ പറ്റിയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ചെല്ലുന്നത്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചെന്നു. അങ്ങനെ ചെന്നപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബി വര്യനാണല്ലോ, അവരുടെ മറുപടി അവിടെ വന്നത് എന്താണെന്ന് അറിയുമോ? അതായത് ലാ ഹുർമത അലൈഹി, നിന്റെ മേൽ ഹറാമില്ല, പ്രശ്നമില്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം ഇനിയും കുടിച്ചോ എന്നുള്ളൊരു കൊടുത്തു എന്നല്ല പറയണത്, ആ ചെയ്തതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് അവിടുന്ന് ഇപ്പൊ ഓരോരുന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണക്കാർക്കുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഒരു സ്ഥാനോട് ചോദിക്കും, പിന്നെ വേറെ ചോദിക്കും, പിന്നെ വേറെ ചോദിച്ചു, പിന്നെ കിട്ടിയാൽ ഇതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചു ഉദവിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കട്ടെ, അതൊക്കെ ഇപ്പൊ സാധാരണഗതിയിലാണ്. ഒരു 5-8 ആളോട് ചോദിക്കാതെ ഉണ്ടാവൂല. അപ്പൊ ഇതിൽ നേര് പറഞ്ഞ ആളും ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോവുകയും ചെയ്യും. കിതാബിന്റെ ഈ ഭാഗത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഇത് അവർക്ക് മറ്റുള്ളവർക്ക് നോക്കി കാണാനും പറ്റൂലല്ലോ. അങ്ങനെ ഒരു അവസ്ഥത്തിനകത്തുണ്ട്. പക്ഷെ ഇവിടെ മസല വ്യക്തമാണ്, ഞാനതുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഈ അബു മസൂദ് എന്നിവരെ ഹറാമല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പിന്നെ ഒരു സമാധാനമില്ല. ഇനി മറ്റൊരു ഗ്രൂപ്പിൽ ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നെന്താക്കി, അബാ മുസല്ലശ്ശരി, നമുക്ക് പ്രസിദ്ധനായ നമ്മുടെ നമ്മുടെ അഖീദയുടെ ഇമാമാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണല്ലോ. അപ്പൊ അവരടുത്തൊരു ചെന്നിട്ട് ചോദിച്ചപ്പോ മൂപ്പരെടുത്ത വയ്ക്കുന്നവർ ലാ തസ്സലൂനി എന്നക്കും അലിംതും അഖ്ബാറക്കും എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൊരു മസലയെ കുറിച്ച് വീണ്ടും എന്റെ അടുത്തേക്ക് വരികയാണെന്നുള്ള രീതിയിൽ. അപ്പൊ സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് തിരിഞ്ഞ് മൂപ്പർക്ക് മനസ്സിലായി, ഇന്നോടത്ത് പോയിട്ടാണ് പിന്നെ വരുന്നത്. അപ്പൊ ആ പറഞ്ഞ മസല ശരിയാണ് എന്നുള്ള അഭിപ്രായവും ആര് രേഖപ്പെടുത്തി കൊടുത്തു? അബാ മസൂദ് അശ്ശരി എന്നിവർ. അപ്പൊ ഇങ്ങനെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ മസല വന്നത് എന്ന കാഴ്ചപ്പാട് നമുക്കതിപ്പോ വ്യക്തമായിട്ട് കിട്ടി. അപ്പോ അങ്ങനെ ചെയ്യണം എന്നോ അല്ലയോ എന്നുള്ളതിന്റെ അപ്പുറത്ത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അതിന്റെ മസ്അല എന്താണ്, ഹറാം ഇല്ല എന്നതാകുന്നു എന്ന് സ്ഥിരപ്പെട്ടു. അതോടൊപ്പം അതിനൊക്കെ തന്നെയാണ് ആര് കണ്ടുപിടിച്ചത്? നമ്മുടെ 2 വയസ്സ് തികയാത്ത കുട്ടിയാണ്. അതങ്ങനെ പറയാനുള്ള കാരണവും എന്താണ്? അൽ വാരിദാത്ത് യുർദഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ എന്നാണ്. മുല കുടിക്കേണ്ടുന്ന സമയം 2 വർഷമാണ്. 2 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ 2 വയസ്സ് വരെ പൂർത്തിയാക്കിയതായിട്ട് മുലപ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിശക്തിയുള്ള കുട്ടിയായിട്ട് തീരും എന്നൊക്കെ അതിന്റെ മറ്റു ഭാഗങ്ങളുടെ മറ്റു വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണവും അതിൽ നിന്നാണ് മസ്തല ഇസ്തിംബാത്ത് ചെയ്തതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ എന്നവരോട് ചോദിച്ച റജുലിന്റെ സംഭവം നമുക്കിപ്പോ കിട്ടി. അബാ മൂസ എന്നവരോട് ചോദിച്ചതിന്റെ മറുപടിയും കിട്ടി. ഇബ്നു മസ്ഊദ് എന്നവരോട് ചോദിച്ചപ്പോൾ കിട്ടി അബുൽ മുസർ. ഇങ്ങനെ ഈ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചത്. ഇവിടെ നിന്നാണ് ഈ മസ്തല വന്നതും എന്നും നമുക്ക് മനസ്സിലായി. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹി മസ്തല പ്രകാരം നമുക്ക് അങ്ങനെ സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ അവിടെ ഒരു ഹറാമ് നിലനിൽക്കുന്നില്ല എന്ന്. അപ്പൊ നിങ്ങൾ സൂര്യ ചോദിച്ചുകൊണ്ട് ചിലപ്പോ ആരെങ്കിലും മനസ്സിലാക്കണ്ട എന്തൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പൊ മുമ്പൊക്കെ നടന്നൊരു സംഭവം അതിന്റെ മറ്റൊരു ആവർത്തന ശൈലിയിൽ നമ്മൾ ഈ രീതിയിലും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന് ചെറിയ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ
മാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നു. മറ്റെന്തെങ്കിലും അതിൽ വീണ്ടും വെട്ടിപ്പൊളിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ബേജാറാവണ്ട, ആശങ്കപ്പെടേണ്ട. നമുക്ക് ഇനിയും സംസാരിക്കാം, നമുക്ക് വ്യക്തമാക്കി തരാൻ ശ്രമിക്കാം. ഇപ്പോൾ ഏകദേശം വ്യക്തമായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഒരു റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.